സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ നമ്മുടെ ഇന്നത്തെ അതിഥി മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ KG ജ്യോതിർഘോഷാണ്. സാർ നമസ്കാരം. നമസ്കാരം സാർ, CPM-ന്റെ കണ്ണൂർ ഘടകം, അതായത് കേരളത്തിലെ ഇപ്പോഴത്തെ പ്രതിപക്ഷം, അവർക്ക് കഴിഞ്ഞ ദിവസം കണ്ണൂരിൻ്റെ ജില്ലാ സെക്രട്ടറി KK രാഗേഷിൻ്റെ വിഴിഞ്ഞം തുറമുഖത്തിലെ സർക്കാരിൻ്റെ ഇടപെടലുമായി ബന്ധപ്പെട്ടൊരു പ്രസ്താവന വരുന്നു. കണ്ണൂർ ഘടകത്തിലെ പ്രമുഖരായിട്ടുള്ള നേതാക്കൾ ജയരാജൻ താൻ അതിൽ നിന്നും പറയേണ്ട ആളല്ല എന്ന് പറഞ്ഞ് മാറുന്നു. അതുപോലെ ശൈലജ ടീച്ചർ മാറുന്നു. സർ, CPM-നകത്ത് വിഭാഗീയത വീണ്ടും തലപൊക്കുകയാണോ? ഇതിനകത്ത് വിഭാഗീയത എന്നുള്ള സംഗതി ഇപ്പൊ കാണുന്നില്ല. വിഭാഗീയത വരുമ്പോൾ രണ്ട് ഗ്രൂപ്പ് വന്നിട്ട് അത് തമ്മിലുള്ള മത്സരം വരുമ്പോഴാണ് വിഭാഗീയത വരുന്നത്. ഇപ്പൊ കണ്ണൂരിൽ നിന്നുള്ള KK ശൈലജ ടീച്ചർ ആയിക്കോട്ടെ, ശ്രീമതി ടീച്ചർ ആയിക്കോട്ടെ, EP ജയരാജൻ ആയിക്കോട്ടെ, ഇന്നലെയും ഇന്നുമായിട്ട് വളരെ സജീവമായി നിൽക്കുന്നത് ഇവരുടെ വാക്കുകളാണ്. ഇവർ കൃത്യമായി പറഞ്ഞേക്കുന്നത് CPM-നകത്ത് രണ്ടഭിപ്രായമില്ല, വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ ഒരാശയക്കുഴപ്പവുമില്ല, പാർട്ടിക്കകത്ത് രണ്ടഭിപ്രായമില്ല. ഇത് ഇന്നലെ ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ പോലെയാണ് EP ജയരാജൻ പറഞ്ഞത്. വിഴിഞ്ഞം തുറമുഖം കേരളത്തിന്റെ താല്പര്യത്തിന് ഏറ്റവും അത്യാവശ്യമാണ്. അതിന് ഗവൺമെന്റും മന്ത്രിമാരും നല്ല ശ്രദ്ധ വേണം അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ. അത് ഒരാശയക്കുഴപ്പവും അത് സംബന്ധിക്കില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിപ്പോ അദാനി അത് വ്യക്തമാക്കുകയും ചെയ്തു. അതിന്റെ കാര്യത്തിൽ ഇനിയൊരു വിവാദത്തിന്റെ കാര്യമില്ല. ആ പദ്ധതിയുമായിട്ട് മുമ്പോട്ട് പോകാൻ ഗവൺമെന്റ് വളരെ ജാഗ്രതയോടെ പ്രവർത്തിക്കണം എന്നാര് പറയുന്നു? EP ജയരാജൻ പറയും. എന്നിട്ട് അദ്ദേഹം പറയുന്നു CPM-ൽ ഇത് സംബന്ധിച്ച് ഒരാശയക്കുഴപ്പവും രണ്ടഭിപ്രായമില്ല എന്ന് വെച്ചാൽ ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ വിവാദം മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത് പിണറായി വിജയനും MP ഗോവിന്ദനും KK രാഗേഷും കൂടിയാണ്. എന്ന് വെച്ചാൽ അവർ CPM-നകത്തുനിന്ന് പുറത്തായിരിക്കുന്നു. അവരല്ല CPM. പിണറായി വിജയനും MP ഗോവിന്ദനും KK രാഗേഷും അടങ്ങുന്ന സംഘമല്ല CPM. അവര് പാർട്ടിക്കകത്ത് ഒന്നുമല്ല എന്ന തുറന്ന ഉറച്ച പ്രഖ്യാപനമാണ് ആദ്യം MP ജയരാജൻ തൊടുത്തുവിട്ടു. എന്താണ്? TK ഗോവിന്ദനെയും അതേപോലെ V കുഞ്ഞകൃഷ്ണനെയും തെറ്റുതിരുത്തിയാൽ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കാമെന്ന് പറയുന്ന സൂചനയുണ്ട്. കാര്യം അവരാണ് ശരിക്കും TK ഗോവിന്ദനെയും V കുഞ്ഞകൃഷ്ണനെയും ജയിപ്പിച്ചത് കണ്ണൂരിലെ അതിശക്തമായി പാർട്ടിക്ക് വേണ്ടി നിലകൊള്ളുന്ന CPM-കാരാണെന്ന ഉറച്ച ബോധ്യം കണ്ണൂരിലെ പാർട്ടി നേതൃത്വത്തിനുണ്ട്. ആ TK ഗോവിന്ദനെയും V കുഞ്ഞകൃഷ്ണനെയും ജയിപ്പിച്ച അവിടുത്തെ പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും കമ്മ്യൂണിസ്റ്റുകാരുടെ ശബ്ദമാണ് ഇപ്പോൾ MP ജയരാജനിലൂടെയും EP ജയരാജനിലൂടെയും ശ്രീമതി ടീച്ചറിലൂടെയും ശൈലജയിലൂടെയും പുറത്തു വരുന്നത്. എന്ന് വെച്ചാൽ അവർ പറയുന്നു പിണറായിയും അതോടൊപ്പം തന്നെ MP ഗോവിന്ദനും KK രാഗേഷും ഒക്കെ പറയുന്നത് CPM-ന്റെ ശബ്ദമല്ല എന്ന് തുറന്നു പറയുന്നതിലൂടെ അവർ പറയുകയാണ് അവരിപ്പോൾ പാർട്ടിക്ക് പുറത്ത് പുകഞ്ഞ കൊള്ളിയായിരിക്കുന്നു. എന്ന് വെച്ചാൽ പാർട്ടിയിൽ വിഭാഗീയത പോലുമില്ല. അതാണ് അവർ പറയുന്ന സംഗതി. അപ്പൊ ഇത്തരത്തിലൊരവസ്ഥയിലേക്ക്, അതായത് പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവിനെയും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും ഇവരുടെ രണ്ടുപേരുടെയും ആശീർവാദ അനുഗ്രഹങ്ങളാൽ നിലകൊള്ളുന്ന KK രാഗേഷിന്റെയും, അതായത് തളിപ്പറമ്പില് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയുടെ സ്ഥാനാർത്ഥിത്വം തിരുകുന്നതിൽ നിർണായക പങ്കുവഹിച്ച KK രാഗേഷിനെയും ഉൾപ്പെടെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു പാർട്ടി. ഇനി ഇതിനൊരു ഔദ്യോഗികമായിട്ടുള്ള ഒരു പൂർത്തീകരണത്തിലേക്ക് പോവുക എന്നുള്ളതാണ് ഈ പാർട്ടി നേരിടുന്ന അടുത്ത ഒരു ഘട്ടം എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇവരുടെ ഈ ശ്രമത്തിൽ ഇന്ന് TK ശ്രീമതി ടീച്ചർ പറഞ്ഞൊരു വാക്ക് ശ്രദ്ധിച്ചോ? ഏറ്റവും പ്രധാനപ്പെട്ട വാക്കാണ്. കണ്ണൂരിലെ പാർട്ടി സെക്രട്ടറിയെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ദിവ്യ അയ്യരെ അവിടെ നിന്ന് മാറ്റിയതിൽ ആക്ഷേപം കണ്ടെത്തിയത് എന്നുള്ളത് KK രാഗേഷാണ് വെളിപ്പെടുത്തേണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്കുക. പിന്നെ ശൈലജ ടീച്ചർ എന്നല്ല പറയുന്നു, ഉദ്യോഗസ്ഥരെ IAS അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതിനകത്ത് വലിയ സ്വാഭാവിക അതിനകത്തങ്ങ് വലിയ കാര്യമില്ല. ഇത് തന്നെയല്ലേ ഇവരെല്ലാവരും പറയുന്നത്. അതേ സമയത്ത് ഇതേ സംഗതികൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ പറഞ്ഞതുപോലെ പിണറായി ആണെങ്കിലും MP ഗോവിന്ദനാണെങ്കിലും KK രാഗേഷ് ആണെങ്കിലും ഈ വിവാദം ഉയർത്തുന്നത്. ഇവർ പറയുന്നു
വിഴിഞ്ഞം തുറമുഖത്തിനെതിരെ എടുക്കുന്ന വിവാദമാക്കുന്നവർക്ക് സംസ്ഥാനത്തിന്റെ കാര്യത്തിൽ താല്പര്യമില്ലാത്തതാണ് എന്നാണ് പറയുന്നത്. അതായത് വിഴിഞ്ഞം തുറമുഖത്തെ കോൺട്രവേഴ്സിയാക്കി അത് ഇല്ലാണ്ടാക്കുന്നത് സംസ്ഥാനത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയനും എം.വി. ഗോവിന്ദനും കെ രാഗേഷും ഒക്കെ നിലകൊള്ളുന്നത് സംസ്ഥാനത്തിന്റെ വിരുദ്ധമായ നിലയിലാണ്. മനസ്സിലാക്കണം, പ്രതിപക്ഷ നേതാവും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ നിലകൊള്ളുന്നത് സംസ്ഥാനത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമാണ്. അതോടൊപ്പം തന്നെ അവർ പറയുന്നു അവർ ഇപ്പോൾ പാർട്ടിക്കും വിരുദ്ധരാണ് എന്നാണ്. അപ്പൊ ഇവിടെയാണ് നമ്മൾ ഇതിന്റെ രാഷ്ട്രീയത്തിന്റെ അതിസൂക്ഷ്മതലവും വ്യക്തതയും കാണേണ്ടത്. ഇന്നലെ ഇ.പി. ജയരാജൻ പറഞ്ഞ ഒരൊറ്റ വാചകത്തിൽ പോലും അവ്യക്തതയില്ല. ഇപ്പം എം.വി. ഗോവിന്ദനാണെങ്കിൽ ഒരു കാര്യം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോ പകലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാത്രി അല്ലാത്തത് എന്തിനേയും പകലെന്ന് വേണമെങ്കിൽ വിളിക്കാം, പകലിനെയും വേണമെങ്കിൽ രാത്രി എന്നൊക്കെ വിളിക്കാം എന്നൊക്കെ സംസാരിച്ച് ആകെ ആശയക്കുഴപ്പമാക്കി കളയും. മറിച്ച് ഇപ്പൊ ഇ.പി. ജയരാജൻ വളരെ വ്യക്തമായിട്ട്, അതാണ് ഞാൻ പറഞ്ഞത്, പവർ പോയിന്റ് പ്രസന്റേഷൻ പോലെയാണ് ഇന്നലെ ഇ.പി. ജയരാജൻ സംസാരിച്ചത്. ഇത് ഒറ്റപ്പെട്ട ഒരു സംഭാഷണമാണ്. അതിന്റെ പിന്നാലെ ശൈലജ ടീച്ചർ, ശ്രീമതി ടീച്ചർ തൊള്ളൂരിങ്ങായി വരും. ഇതിന്റെ പിന്നിൽ പി ജയരാജനുണ്ട്, കണ്ണൂർ ലോബി മുഴുവനുണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ ദേശാഭിമാനിക്ക് അകത്ത് ഇപ്പൊ 2 പക്ഷമുണ്ട്. കാരണം ദേശാഭിമാനി ഇതിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ദീർഘവീക്ഷണമായിട്ട് അവതരിപ്പിച്ചു. അതോടൊപ്പം തന്നെ അതിനെ തള്ളിപ്പറഞ്ഞു ആര്, എം.വി. ഗോവിന്ദൻ. പാർട്ടിയുടെ മുഖപത്രത്തിൽ വന്ന മുഖ്യ വാർത്തയെ തള്ളിപ്പറയുന്നു പാർട്ടി സെക്രട്ടറി. അതേ സമയത്ത് ആ നിലപാടിനെ അനുകൂലിക്കുന്ന, അതല്ലെങ്കിൽ ഇത്തരത്തിൽ നിക്ഷേപം വരുന്ന നിലപാടിനെ അനുകൂലിക്കുന്ന സമീപനമാണ് പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ഇ.പി. ജയരാജനും പി.കെ. ശ്രീമതിയും ശൈലജ ടീച്ചറും ഒക്കെ എടുക്കുന്നത്. അപ്പൊ ഈ രീതിയിൽ പാർട്ടിക്കകത്ത് നടക്കുന്ന, അല്ലെങ്കിൽ പിണറായിയെയും എം.വി. ഗോവിന്ദനെയും അവിടെ നിന്ന് തള്ളി മാറ്റിയിട്ട് ഒരു പുതിയ നേതൃത്വത്തെ അവരോധിക്കാനുള്ള ശ്രമം അതിസജീവമായിട്ട് പാർട്ടി CPM-നകത്ത് നടക്കുന്നു എന്നുള്ളതാണ്. ഇതിനകത്ത് ആ നേതൃത്വത്തിലേക്ക് ആര് വരും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ചോദ്യചിഹ്നം. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 26 വർഷമായിട്ട് ഈ പാർട്ടിയെ ഒറ്റയാൾ പാർട്ടിയാക്കി മാറ്റിക്കഴിഞ്ഞു. പിണറായി വിജയന്റെ ഒരു കൈപ്പിടിയിലേക്ക് പാർട്ടി ഒതുക്കി കഴിഞ്ഞതിനാൽ പിണറായി വിജയനെ അംഗീകരിക്കാത്തതും പിണറായി വിജയന്റെ ആശ്രിതരായിട്ട് നിൽക്കാത്ത ആർക്കും തന്നെ അതിന്റെ നേതൃത്വത്തിൽ തുടരാൻ കഴിയാതെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ആശ്രിത സ്വഭാവമുള്ള ഒരു വ്യക്തിക്ക് നേതൃത്വത്തിലേക്ക് ഉയർന്നു വരാൻ സാധ്യത വളരെ വിരളമാണ്. അതാണ് ഇന്ന് CPM ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഈ പറയുന്ന എല്ലാവരും തന്നെ പിണറായി വിജയന് കീഴ്പ്പെട്ടായിരുന്നു ഈ കഴിഞ്ഞ 10-26 വർഷവും പ്രവർത്തിച്ചിരുന്നത്. ഇത് തന്നെയാണ് ഇന്നിപ്പോ CPM നേരിടുന്ന ഏറ്റവും വലിയ നേതൃത്വ അല്ലെങ്കിൽ ഒരു രാഹിത്യം എന്ന് പറയുന്നത്. കാരണം പിണറായിക്ക് കീഴ്പ്പെട്ട് പ്രവർത്തിച്ചവരല്ലാത്ത ഒരു നേതാവ് പോലും ഇന്ന് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി M.A. ബേബി ഉൾപ്പെടെ ആരും ഇല്ല എന്നുള്ളതാണ് ഈ ഒരു വളരെ സന്ദിഗ്ധമായിട്ടുള്ള ഒരു എന്താ പറയുക പ്രതിസന്ധി ഘട്ടത്തിൽ പാർട്ടി. പക്ഷേ പാർട്ടിയുടെ നേതാക്കന്മാർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇനി പിണറായിയും ഗോവിന്ദനും പാർട്ടിക്ക് പുറത്തു പോകേണ്ടതാണ്. അവരെ തള്ളിക്കളഞ്ഞ് ഈ പാർട്ടിക്ക് പേരിനെങ്കിലും നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ബംഗാളിലെ പോലെ ആകാതെ, അല്ലെങ്കിൽ അതിന്റെ ബംഗാളിലെ പോലെ ആകുന്ന അവസ്ഥയിലേക്കുള്ള ഗതിവേഗം കുറയ്ക്കണമെങ്കിൽ പോലും ഈ നേതൃത്വത്തെ തള്ളി മാറ്റി പുതിയൊരു നേതൃത്വത്തെ കൊണ്ടുവന്നേ പറ്റൂ എന്നുള്ളത് തിരിച്ചറിഞ്ഞിരിക്കുന്നു. അവിടെയാണ് ഈ പറഞ്ഞതുപോലെ ആര് വരുന്നു, പിണറായിയുടെ ആശ്രിതനല്ലാത്ത ഒരു നേതാവിനെ ഇന്നിപ്പോ പാർട്ടിക്കകത്ത് ഉയർത്തിക്കാട്ടാൻ കഴിയുന്നില്ല. ഇനി ഒരു പക്ഷെങ്കിൽ അതിനകത്ത് നിന്ന് ആരെങ്കിലും ഒരു നേതാവ് ഉയർന്നു വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെങ്കിൽ ആ നേതാവിലൂടെ ആയിരിക്കാം ഈ പാർട്ടി കുറച്ചു നാളെങ്കിലും ഈ ബംഗാളിലെ പോലെയും ത്രിപുരയെ പോലെ ആകാതെ, അല്ലെ ആകുന്നതിലേക്കുള്ള പരിണാമത്തിലേക്കുള്ള വേഗത കുറയ്ക്കാനെങ്കിലും എന്താ പറയുക കാരണക്കാരൻ അല്ലെങ്കിൽ കാരണക്കാരി ആവുക എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ സാർ നമ്മുടെ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് സാർ തുടക്കത്തിൽ പറഞ്ഞ പോലെ പാർട്ടിക്ക് ഇവർ രണ്ടുപേരും ഇഷ്ടമല്ലാത്തവരാണ്, ഇവരെ മാറ്റി നിർത്തണം എന്ന് തന്നെയാണ് കണ്ണൂർ ഘടകത്തിൽ ഇപ്പോൾ ഈ ഇ.പി. ആയാലും ശൈലജ ടീച്ചർ ആയാലും ശ്രീമതി ടീച്ചർ ആയാലും പറയാതെ പറഞ്ഞു വെക്കുന്നത്, അല്ലേ സാർ? ഇവര് പാർട്ടി അല്ല എന്ന് തന്നെ പറഞ്ഞേക്കുന്നു. അതെ, പിണറായി വിജയനും പിന്നെ എം.വി. ഗോവിന്ദനും പറയുന്ന, അല്ലെങ്കിൽ അവരുടെ നേതൃത്വം അല്ല പാർട്ടി എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് സാർ. അത് മാത്രമല്ല കെ രാഗേഷ് ഇതൊക്കെ പറയാൻ ആര് എന്നൊരു ചോദ്യം കൂടെ ഇതിനകത്തില്ലേ സാർ? തീർച്ചയായിട്ടും മൂപ്പിളമ തർക്കം.
ആ തർക്കമല്ല, അത് കാരണം എന്ന് വെച്ചാൽ ഈ പിണറായി വിജയന്റെയും എം.വി. ഗോവിന്ദന്റെയും ഒരു പിന്നെ എന്താ പറയാ, അവരുടെ ആശ്രിതം. ഭാഗമാണ് കെ രാഗേഷ്. അതെ അതെ അതുകൊണ്ടാണ് കെ രാഗേഷിനെ നിശിതമായിട്ട് വിമർശിക്കാനായിട്ട് കണ്ണൂർ ലോബി തന്നെ പുറത്തു വരുന്നത്. പാർട്ടി സെക്രട്ടറിയായി ഇദ്ദേഹത്തിനെ അവരോധിച്ചത് തന്നെ ഇവർക്കാർക്കും ഇഷ്ടമില്ലാത്ത കാര്യമായിരുന്നു. പിണറായി മുൻകൈ എടുത്താണ് അവരോധിച്ചത്. കെ രാഗേഷിന്റെ അവിടേക്കുള്ള വരവ് പോലും തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വത്തെ ഒരു പക്ഷെ മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കാം എന്നുള്ളത് നമുക്കിപ്പം പറയാം, മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതെ അല്ലേ? ഏതായാലും ഒരു കാര്യം കൂടെ ഞാൻ ഒന്ന് ഇടപെടുകയാണ്. അതായത് കെ രാഗേഷിനെ നമ്മൾ പറഞ്ഞല്ലോ, കെ രാഗേഷ് ഇത് പറയാൻ എന്ത് യോഗ്യത, പാർട്ടിയിൽ മറ്റുള്ളവർക്ക് ഇവിടെ ഉണ്ടല്ലോ എന്ന രീതി പറയുമ്പോൾ അദ്ദേഹം ജില്ലാ സെക്രട്ടറിയാണ്, പിണറായി ഇടപെട്ടാക്കിയതാണ്. പക്ഷെ അദ്ദേഹം പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു, പിണറായി വിജയന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ കാര്യങ്ങളൊക്കെ അറിയാം എന്ന് മുൻകൂട്ടി അടിക്കാൻ വേണ്ടി ആണോ ഈ പറഞ്ഞത്? അദ്ദേഹത്തിന് ഈ കാര്യങ്ങളൊക്കെ അറിയാം എന്ന് ആളാവാൻ വേണ്ടി നോക്കിയതാണോ? അതല്ല, അവര് വിഴിഞ്ഞം വിഷയം ഒരു കോൺട്രവേഴ്സി ആക്കാൻ തീരുമാനിച്ചു. ആ കോൺട്രവേഴ്സി ആക്കാൻ തീരുമാനിക്കുന്നതിൽ ഒരു ശക്തമായ ഒരു വാദമുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ദിവ്യ എസ് അയ്യരെ പെട്ടെന്ന് മാറ്റിയത് അദാനിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെ അദാനിയുടെ താല്പര്യം അനുസരിച്ചിട്ടാണ്. അദാനിയുടെ താല്പര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന IAS ഉദ്യോഗസ്ഥ ആയതുകൊണ്ടാണ് ദിവ്യ എസ് അയ്യരെ മാറ്റിയതും സതീശൻ തുറമുഖ വകുപ്പ് ഏറ്റെടുത്തതും അതേപോലെ തന്നെ സതീശന്റെ അദ്ദേഹം മുഖ്യമന്ത്രി ഈ വോട്ടെണ്ണുന്നതിന് മുമ്പ് തന്നെ മംഗലാപുരത്ത് നടത്തിയ യാത്രയൊക്കെ കൂട്ടി ബന്ധിപ്പിക്കുന്നതൊക്കെ ഈ ഒരു രാഷ്ട്രീയ കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ കോൺട്രവേഴ്സിയാണ് ഇപ്പൊ EP ജയരാജനും കണ്ണൂരിലെ CPM നേതാക്കളും തള്ളിക്കളഞ്ഞിട്ട് വിഴിഞ്ഞം തുറമുഖവുമായിട്ട് മുമ്പോട്ട് പോകണമെന്ന് സർക്കാരിനെ ഉപദേശിച്ചിരിക്കുന്നു. ഏതായാലും നമുക്ക് കാത്തിരിക്കാം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ എന്തായിരിക്കും ഡെവലപ്മെന്റ്സ് എന്നുള്ളത്. താങ്ക് യു സാർ. താങ്ക് യു.